ആകാശവാണി. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. വോട്ടെണ്ണൽ 3 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ UDF തരംഗം. 100 UDF മുന്നേറുമ്പോൾ 39 LDFും 1 സീറ്റിൽ NDAയും മുന്നിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളിൽ LDFും 41 സീറ്റുകളിൽ UDFും നേടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ്. LDFിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്ന മന്ത്രിമാർ. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ MB രാജേഷ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ, കളമശ്ശേരിയിൽ P രാജീവും, ചടയമംഗലത്ത് ചിഞ്ചുറാണിയും, ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് V ശിവൻകുട്ടിയും, മാനന്തവാടിയിൽ OR കേളുവും, എലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഒടുവിലത്തെ കണക്ക് പ്രകാരം 4 LDFും 1 BJPയും 9 കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDFിന്റെ CP ജോൺ മുന്നേറ്റം തുടരുന്നു. തിരുവനന്തപുരത്തെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് ചേരുന്നു. രജു, BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമം, ആറ്റിങ്ങൽ, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചന? മറ്റു 2 മുന്നണികളുടെയും ലീഡ് നില എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇതിൽ ഈ 3 മണ്ഡലങ്ങളിൽ നേമത്ത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ NDAക്ക് മുന്നേറ്റമുള്ളത്. അവസാനത്തെ ഒരു 4ാം റൗണ്ട് ഇപ്പോൾ ഒടുവിൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ NDA 2958 വോട്ടുകൾക്കാണ് നേമത്തെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടൊക്കെ എണ്ണിയപ്പോൾ അവിടെ നേരത്തെ മന്ത്രി കൂടിയായ V ശിവൻകുട്ടിയായിരുന്നു മുന്നിൽ. അതേസമയം EVM എണ്ണി തുടങ്ങിയപ്പോഴത്തേക്ക് അത് NDAയിലേക്ക് അത് മാറുകയായിരുന്നു. NDA മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ആറ്റിങ്ങൽ, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ LDF ആണ് ഇപ്പോൾ മുന്നേറുന്നത്. മറ്റു മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ വർക്കല, ചിറയിൻകീഴ്, കഴക്കൂട്ടം, നെടുമങ്ങാട്, അരുവിക്കര, പാറശാല, നെയ്യാറ്റിങ്കര എന്നിവിടങ്ങളിൽ LDF മുന്നേറുകയാണ്. കോഴിക്കോട് 13 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് P വസന്തം, എലത്തൂരിൽ UDFിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ PK ഫിറോസ്, കുന്നമംഗലത്ത് MA റസാഖ്, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ CK കാസിം, വടകരയിൽ KK രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ഇപ്പോൾ BJPയുടെ T റെനീഷ് ഏതാനും വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മുൻ മന്ത്രിയും UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ UDFിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ UDFിന്റെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫും, വൈക്കം മണ്ഡലത്തിൽ LDFിന്റെ P പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ LDFിന്റെ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ UDFിന്റെ റോണി K ബേബി മുന്നിലാണ്. പൂഞ്ഞാറിൽ LDFിന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങളോടൊപ്പം ഓരോ മുന്നണിയോടൊപ്പവും മാറി മാറി നിന്ന ചരിത്രമുള്ള വയനാടിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, വയനാടിന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നല്ലോ. എന്താണ് നിലവിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്? സുവർണ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 മണ്ഡലങ്ങളിലും UDFിന്റെ മുന്നേറ്റമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏക ജനറൽ സീറ്റായ കൽപ്പറ്റയിൽ UDFിന്റെ T സിദ്ദിഖ് 31,321 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ 6,388 വോട്ടുകൾക്കും ലീഡ് ചെയ്യുന്നു. മാനന്തവാടിയിൽ UDF സ്ഥാനാർത്ഥി ഉഷ വിജയൻ 386 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നിലവിൽ മന്ത്രിയായിരുന്ന OR കേളു ഇപ്പോൾ പിന്നിലാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് ലീഡ് ഉയർത്തിയെങ്കിലും വീണ്ടും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വയനാട് ഉറ്റുനോക്കി മാനന്തവാടിയിലെ മണ്ഡലത്താണ് ഇപ്പോൾ കനത്ത മത്സരം നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ ഒഴികെ 10 LDF ജയിച്ച ജില്ലയാണ് പാലക്കാട്. ഫലസൂചനകൾ പ്രകാരം പാലക്കാട് കോൺഗ്രസിന്റെ രമേശ് പിഷാരടി മുന്നിലാണ്. ഒരു ഘട്ടത്തിൽ BJPയുടെ ശോഭാ സുരേന്ദ്രൻ 7000-ഓളം വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. കോങ്ങാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, തൃത്താല എന്നിവിടങ്ങളിൽ UDF മുന്നിൽ. ആലത്തൂർ, ചിറ്റൂർ, മലമ്പുഴ, നെന്മാറ, ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ എന്നിവിടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. തൃത്താലയിൽ മന്ത്രി MB രാജേഷിനെ പിന്നിലാക്കി UDFിന്റെ VT ബൽറാം മുന്നിലാണ്.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കഴിഞ്ഞ തവണ LDF-ന് വിജയിക്കാനായത്. നിലവിലെ ഫലസൂചനകൾ അനുസരിച്ച് 16-ൽ 15 UDF മുന്നേറുന്നു. ഏറനാട്, കോട്ടയ്ക്കൽ, മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, വേങ്ങരയിൽ KM ഷാജിയും മുന്നിൽ. മഞ്ചേരി, മങ്കട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി, താനൂർ, തവനൂർ, തിരൂർ, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, വണ്ടൂർ എന്നിവിടങ്ങളിൽ UDF മുന്നിൽ. കൊണ്ടോട്ടിയിൽ മാത്രമാണ് നിലവിൽ LDF-ന് ലീഡുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 UDF-നാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ ചേരുന്നു. ശ്രീജി, പത്തനംതിട്ടയിൽ UDF-ന്റെ വൻ മുന്നേറ്റമാണ് കാണുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? സുവർണ, സംസ്ഥാനത്തൊട്ടാകെ തുടരുന്ന UDF തരംഗത്തിൽ പത്തനംതിട്ട ജില്ലയിലും UDF-ന് അനുകൂലമായ സ്ഥിതിയാണ് നിലവിൽ കാണാനാകുന്നത്. ആറന്മുള മണ്ഡലത്തിൽ 6 റൗണ്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ മന്ത്രി വീണ ജോർജ് പിന്നിലാണ്. UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി 3251 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട്. LDF-ന്റെ 4 സിറ്റിംഗ് MLA-മാർ മത്സരിച്ച ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിലവിൽ കണക്കുകൾ പ്രകാരം എല്ലാവരും പിന്നിലാണ്. തിരുവല്ല മണ്ഡലത്തിൽ 3 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുന്നിലാണ്. അടൂരിൽ 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറും കോന്നിയിൽ 3 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലും ലീഡ് ചെയ്യുന്നു. നന്ദി ശ്രീജി, നന്ദി. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഭരണകക്ഷിയായ DMK 14 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. AIADMK 22 സീറ്റുകളിലും നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം 27ലും മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 സീറ്റുകളിലും BJP 2ലും മുന്നിട്ട് നിൽക്കുന്നു. എറണാകുളത്ത് UDF-ന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.